പിന്നീടുള്ളത് വിനീത്. വിനീതിനെ കുറിച്ച് എനിക്ക് പറയാനൊരു കാര്യമുണ്ട്. വിനീത് സിനിമയുടെ വിനീത് പല ഇന്റർവ്യൂകളും പറഞ്ഞിട്ടുണ്ട് പട്ടി ഓടിച്ചിട്ട് കടിച്ച കാര്യം. പക്ഷെ ഇത് ഞങ്ങൾക്കിത് നേരിട്ട് കണ്ട കാര്യമാണ്. കാര്യം എന്താ വെച്ചാൽ അതിൽ ഒരു കുഴിയിലേക്ക് പട്ടി ഓടിച്ചിട്ട് കൊണ്ടുവരുന്നതും അതിലേക്ക് ചാടുകയും അങ്ങനെ ചെയ്യുന്നു, കടിച്ചു ഉരുട്ടി വീഴുകയൊക്കെ ചെയ്യുന്നത് ഷൂട്ട് ചെയ്യാൻ പോകുമ്പോൾ ആദ്യം സാർ പറഞ്ഞോട്ടെ സാർ, ആദ്യം ഞങ്ങൾ കുറേ പട്ടികൾ വേണം. അപ്പം അങ്ങനെ ഊട്ടിയിലുള്ള കുറേ പട്ടികളെ സെലക്ട് ചെയ്തു. അങ്ങനെ ഊട്ടിയിൽ ഭയങ്കര ഗംഭീര പട്ടികളാണ്. ആ പട്ടികൾ വന്നു ഭയങ്കരമായിട്ട് വന്നു. ആദ്യത്തെ ദിവസം പഴനി മറ്റേ ഫൈറ്റ് മാസ്റ്റർ വന്നു. സംഭവം നടക്കുന്നില്ല, കാരണം ഈ പട്ടി ഒരു കാരണവശാൽ ഓടിക്കുന്നില്ല. അപ്പോൾ പഴനി എന്ത് ചെയ്തെന്ന് വെച്ചാൽ വിനീതിൻ്റെ കാലിലും വയലിലും ഒക്കെ കമ്പി കെട്ടിയിട്ടിട്ട് പട്ടിയുടെ കഴുത്തിലും കെട്ടി ഓടുമ്പോൾ കൂടെ വന്നോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഓടുന്നില്ല, അപ്പോഴും ഇത് ഒന്നും സിക്കാവുന്നില്ല. അപ്പോൾ ഉടനെ നമ്മുടെ മദ്രാസിൽ നിന്ന് പട്ടിയെ കൊണ്ടുവന്നു. മദ്രാസിലെ പട്ടി ഒട്ടും കറക്റ്റ് ആവുന്നില്ല. അപ്പൊ അങ്ങനെയൊക്കെ പഴനി പറഞ്ഞൊരു പണിയുണ്ട്. രാത്രി കിടന്നിട്ട് ഉറക്കമൊന്നുമില്ല. പഴനി പറഞ്ഞൊരു പണിയുണ്ട്, നാളെ പട്ടി ഓടുന്നുണ്ട്. ഈ വിനീതിന്റെ കാലെ ബീഫ് വെച്ച് കെട്ടി, ആ പട്ടികളുടെ മുമ്പ് വെച്ച് കെട്ടുക. പിന്നെ പട്ടി തുറന്നിട്ട് വിടാതിരിക്കും. ഓടിച്ചിട്ട് വിനീതിനെ ഇട്ട് കടിച്ച് അത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വിനീത് അറിയാതെ കുഴിയിൽ ചാടിയോട് ഇന്ന് ഇവിടെ ഇരിപ്പുണ്ട്. അങ്ങനെ അത് യാഥാർത്ഥ്യമാണ് ആ കുഴിയിൽ ഓടിച്ചത്. അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ട് ഒരുപാട് യാത്രകൾ അനുഭവിച്ച ഒരാളാണ് ഈ സിനിമയുടെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ വേറെ നമ്മുടെ ഇരിപ്പുണ്ട് ഭൂമിയേട്ടൻ ഈ സിനിമ എഡിറ്റ് ചെയ്യുമ്പോൾ ഞാൻ ഭൂമിയേട്ടനെ കുറിച്ച് പറഞ്ഞാൽ താളത്തെക്കുറിച്ച് ഇപ്പോൾ പല എഡിറ്റേഴ്സിനും ക്ലാസിക്കൽ സംഗീതത്തെ കുറിച്ചൊന്നും അറിയാം. നിങ്ങൾ കണ്ടിട്ടുള്ള ഹുസൈനത്തുള്ളിയും കമലത്തുള്ളും ഭരതവും അങ്ങനെയുള്ള സിനിമകളും ക്ലാസിക്കൽ പാട്ടുകളും ഒക്കെ ചെയ്യുമ്പോൾ അതിന്റെ താളത്തിനനുസരിച്ച് വേണം അതിന്റെ എഡിറ്റ് എന്ന് പറയുന്നത്. ഇത്രമാത്രം താളബോധം ക്ലാസിക്കൽ സംഗീതം അറിയാവുന്ന ഒരാളാണ് ഭൂമിയേട്ടൻ. ഇതിൽ ഒരു ശരിക്കും പറഞ്ഞാൽ എന്തൊരു മഹാനുഭാവനും എഡിറ്റ് ചെയ്തിട്ടുണ്ട്. അതിപ്പോഴും നിങ്ങൾ കണ്ടു നോക്കുമ്പോൾ അറിയാം. അതിൽ എവിടെയാണ് ചെല്ലോ വേണം, അല്ലെങ്കിൽ എവിടെയാണ് വയലിൻ, എവിടെയാണ് വേണ്ടതെന്ന് അത്ര കൃത്യമായിട്ട് അറിയാവുന്ന ഒരു എഡിറ്റാണ്. അത്തരം ഒരു എഡിറ്റർ മലയാളത്തിൽ ഉണ്ടാകാൻ സാധ്യതയില്ല. അദ്ദേഹത്തെ ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നീട് ശരത്തുണ്ട്. ശരത്ത് അതിൻ്റെ വലിയ ഭാഗമായിരുന്നു. ശരത്തും സിനിമയിൽ നല്ല വേഷമാണ് ചെയ്തത്. ശരത്തിനെ ഈ സിനിമയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനി എനിക്ക് പറയാനുള്ളത് മോഹൻലാൽ എന്ന് പറയുന്ന ഒരാളെ കുറിച്ചാണ്. ലാലേട്ടനെ കുറിച്ച് പറയുമ്പോൾ എല്ലാവർക്കും ഇഷ്ടംപോലെ കാര്യങ്ങൾ പറയും. കാരണം ഇത്രമാത്രം കഷ്ടപ്പെടുന്ന എൻ്റെ അനുഭവത്തിലാണ്. ഇപ്പം എൻ്റെ ഒരു സിനിമ കഴിഞ്ഞിട്ട് രാത്രിയിലും പകലും ഇല്ലാതെ ഷൂട്ട് ചെയ്തിട്ട് രാവിലെ 5 മണി വരെ മഴ നനഞ്ഞു നിന്ന് ഷൂട്ട് ചെയ്യുന്ന, ഒരു പരാതിയില്ല, പരിഭവമില്ല, ഒന്നുമില്ല, ഒരു കാരവാനിലിരിക്കത്തില്ല, ഒരു നമ്മുടെ കൂടെ ചേർല സൈഡിൽ ഇരുന്ന് ഇങ്ങനെ ചെയ്യുന്ന ഒരാള് 47 വർഷമായി ചേട്ടൻ സിനിമയിൽ തുടങ്ങിയിട്ടെന്ന് ചേട്ടൻ നോട്ടം വെച്ച് പറയും. ഈ 47 കൊല്ലവും മലയാളികളുടെ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ഒരു സ്വകാര്യ അഹങ്കാരമായി കാണുന്ന ചേട്ടന് ഈ സിനിമയുടെ സമയത്തും എനിക്ക് പറയാതിരിക്കാൻ കഴിയില്ല. ഊട്ടിയിലെ അതിഗംഭീരമായ തണുപ്പ്, രാത്രി മുഴുവൻ ഷൂട്ടിങ്. നിങ്ങൾ സിനിമ കാണാൻ പറയും നൈറ്റാണ് ഷൂട്ട് മൊത്തം. പകലേ അവിടെ നിൽക്കാൻ പറ്റില്ല. അതിഭീകരമായ കൊടും തണുപ്പത്താണ്. അതിൻ്റെ കൂടെ അവിടെ അന്ന് മഴയും എല്ലാം ഉണ്ട്. ഇത് മുഴുവൻ സഹിച്ചുകൊണ്ട് ഇതിൻ്റെ കൂടെ എല്ലാ ദിവസവും രാത്രി കാലങ്ങളിൽ പകലൊന്നില്ലാതെ രാവിലെയൊക്കെ ചേട്ടൻ്റെ ഷൂട്ടിങ് കഴിഞ്ഞിട്ട് ഇന്ന് മറക്കാത്ത കാര്യങ്ങളാണ്. ചേട്ടൻ്റെ ഊട്ടി കോളേജ് ഷൂട്ട് ചെയ്യുമ്പോൾ അന്ന് 2:30 ആയപ്പോൾ ചേട്ടൻ്റെ ഷൂട്ടിങ് കഴിയുന്നു. പക്ഷേ ഞങ്ങൾക്ക് 4 മണിയുണ്ട്. സിനിസാറൊക്കെ എല്ലാവരും ഉണ്ട് പറഞ്ഞ് 4 മണിയാവുമെന്ന് പറഞ്ഞു. ചേട്ടൻ പോയില്ല. ഇത്രയും പേര് നിങ്ങൾ ഇവിടെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും, പോകുന്നില്ല, ഞാനും നമുക്ക് ഒരുമിച്ച് പോകാം, തീർത്തിട്ട് പോകാമെന്ന് പറഞ്ഞ് നിൽക്കുന്ന ഇങ്ങനെയുള്ള മലയാള സിനിമയ്ക്ക് തീർച്ചയായിട്ടും അഭിമാനിക്കാം. മലയാളത്തിൽ കുറച്ച് നാളൂടെ നമ്മൾ രക്ഷപ്പെട്ടു പോകും. ഇങ്ങനെ ഒരാൾ ഉള്ളത് കൊണ്ട് ഈ സിനിമയുടെ റിലീസ് ചെയ്യുമ്പോഴും സന്തോഷത്തോടെ ആത്മാർത്ഥതയോടുകൂടി ഇവിടെ വന്നിരുന്ന് ഇതിന് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും ചെയ്തു നൽകുന്ന പ്രിയപ്പെട്ട ലാലേട്ടന് സ്വാഗതം. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ്. ഇനി സത്യസന്ധമായ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ. എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യൂ SN മീഡിയ ന്യൂസ് യൂട്യൂബ് ചാനൽ.